നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് രണ്ടും വേഗം ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയണേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മൾ ഷൂനെ കണ്ടപാട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ പേടിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മൾ ഷൂ ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവുക, ഓ നീയാണെങ്കിൽ എൻ്റെ ബ്രദറിന്റെ പിന്നാലെ തന്നെ നടന്നിട്ട് ഇതുപോലത്തെ കുരുട്ട് പണികളെല്ലാം നടത്തുന്നാന്നല്ലേ എന്ന് പറയേ. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും, ഞാൻ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് ഒരു ദിവസം ജിയാങ്ങിൻ്റെ അടുത്ത് പറയുമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും, ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നീ എന്തിനാണ് എന്നെ കണ്ടപാടി ഇങ്ങനെ പേടിച്ചതെന്ന് ചോദിക്കുക. അതിനാണെങ്കിൽ നമ്മളെ പെണ്ണിന് ആൻസർ ഉണ്ടാവൂലേ. അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും, ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ജിയാങ്ങിൻ്റെ അടുത്ത് പറയാൻ പോകുന്നില്ല, കാരണം അവൻ തന്നെ ഈ ഒരു സംഭവം കണ്ടുപിടിക്കണം, എന്നാലും മാത്രമല്ലേ അവൻ എന്നെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൊരു ബോധം അവന് വരുള്ളൂ എന്ന് പറയും. അതായത് നമ്മളെ ഷൂ ആണെങ്കിൽ നമ്മുടെ ജിയാങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് അല്ലേ. ആ ഒരു സംഭവമായിരിക്കും ഷൂ ഇപ്പൊ പറയുന്നുണ്ടാവും. ഷൂ ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. ഈ ടൈം കസിൻ ചെക്കനാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും ഒരിക്കൽ, നീയും ജിയാങ്ങും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്. അതേ ടൈം ജിന്നാണെങ്കിൽ പറയും, ലിന്നാണെങ്കിൽ പറയും, ഞാനും അവനും തമ്മിലത്തെ റിലേഷൻഷിപ്പ് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് മാത്രമല്ല ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളൊന്നും നീ ഇങ്ങനെ ജിയാങ്ങിൻ്റെ അടുത്ത് പറയാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം കസിനാണെങ്കിൽ പറയും, അവനിങ്ങനെ വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയൂല എന്ന് പറയും. അതിൽ തന്നെയുണ്ട് ഒരുപാട് കള്ളങ്ങൾ. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു സങ്കടം ഉണ്ടാവുമായിരിക്കും. നമ്മൾ കാണുന്നത് നമ്മളെ സവോനെയും കൂയിനെയും നമ്മളെ പെണ്ണിനെയായിരിക്കും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫിലായിരിക്കും. അപ്പൊ അത് കാണുന്ന ടൈം സവോ ആണെങ്കിൽ പറയും, ലിൻ നീ എന്തിനാ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്, നിന്റെ റെസ്റ്റോറന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്പർ 1 റെസ്റ്റോറന്റ് ആകാൻ പോകുന്നതാണ്. ഒരു ചെറിയ കാലഘട്ടത്തിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റ് ഇതുപോലെ ഹൈപ്പിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ പെണ്ണിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഹൈപ്പിൽ പോയ റെസ്റ്റോറൻറ്റിനെ കൊണ്ട് ഉറപ്പായിട്ട് ജിയാങ് അറിയും, ജിയാങ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പുകിൽ ഇനി നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. എന്നിട്ട് നമ്മളെ കുയ്യാണെങ്കിൽ പറയും, നീ എന്തിനാ പേടിക്കുന്നത്, പേടിക്കുകയോ വേണ്ട, നമ്മളെ റെസ്റ്റോറൻറ്റ് ഹൈപ്പിൽ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, അത് മാത്രമല്ല നമ്മളടുത്തൊരു രഹസ്യമായിട്ടുള്ളൊരു വെപ്പൺ ഇല്ലേന്ന് ചോദിക്കുക. അതേ ടൈം ആയിരിക്കും സവോ ആണെങ്കിൽ പറയുന്നത്, എന്ത് വെപ്പൺ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ കൊയ്യാണെങ്കിൽ കമാന്നുള്ളൊരു അക്ഷരം മിണ്ടുന്നുണ്ടാവൂല. അപ്പൊ നമ്മൾ ലിന്നും കൊയ്യും തമ്മിൽ എന്തോ ഒരു രഹസ്യം കൂടി ഉണ്ട്. എന്നിട്ട് നമ്മളെ കൊയ്യാണെങ്കിൽ പറയും, ലിൻ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലടി, എൻ്റെ അടുത്താണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും എനിക്ക് വിട്ട് തന്നേക്ക് എന്ന് പറയേ. നമ്മളെ കൊയ്യ ആയതുകൊണ്ട് അവന്റെ ഐഡിയ നല്ല രീതിയിൽ പോകുമോ വടക്കിലേക്ക് പോകുമോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പൊ നമ്മളെ കൊയ്യാണെങ്കിൽ നേരെ അവന്റെ സിസ്റ്റർ അടുത്തായിരിക്കും പോകുന്നുണ്ടാവുക. അവളും കുറച്ച് റിച്ച് പാർട്ടിയാ തോന്നുന്നത്. അപ്പൊ നമ്മളെ കുയ്യാണെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക്, എന്നാ പറയുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അപ്പൊ സിസ്റ്റർ ആണെങ്കിൽ അതിന് ഓക്കെ എന്നും പറയുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ സോപ്പ് ഇടണ്ടിട്ട് അവക്കാണെങ്കിൽ മസാജ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഇതേ ടൈം സിസ്റ്റർ ആണെങ്കിൽ പറയും, നിനക്ക് നമ്മളെ ഫാമിലി മോട്ടോ എന്താണെന്ന് അറിയാലോ, ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ഒരു ഹെൽപ്പ് എനിക്കും ചെയ്ത് തരണം എന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ പറയും, ഒരു കുഴപ്പമില്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യൂന്ന് പറയുന്ന അതേ ടൈം ആയിരിക്കും ലീ ആണെങ്കിൽ അവനെ വിളിക്കുന്നുണ്ടാവും. അപ്പൊ അവനാണെങ്കിൽ പറയും, ഹാ ഞാൻ എല്ലാം ഓക്കെ ആക്കി കൊണ്ട് നിൽക്കുന്ന പറയുന്നുണ്ടാവും ഒരിക്കൽ. അപ്പൊ സിസ്റ്റർ ആണെങ്കിൽ ചോദിക്കും, എന്നാടാ ആരാ വിളിച്ചത്, നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, പക്ഷെ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അവനാണെങ്കിൽ നേരെ നമ്മളെ ഷൂപ്പണിനെ കാണാനിരിക്കെ പോകുന്നുണ്ടാവും. അവളാണെങ്കിൽ ഇതുപോലത്തെ ഒരു കുരുട്ടത്തരം കളിക്കുന്നുണ്ടാവും ഒരിക്കൽ. ഇവനെ കണ്ടപാട് അവളാണെങ്കിൽ പറയും, എനിക്ക് പേടിയാവുന്ന നീ എന്നെ പിടിക്കുന്നു പറയുന്നുണ്ടാവും. അവനാണെങ്കിൽ പിടിക്കാൻ നോക്കുന്ന ടീം അവളാണെങ്കിൽ ബാക്കോട്ടേക്ക് വീഴുക ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും, എനിക്ക് ഭയങ്കര സർപ്രൈസ് ആണ്, ആ ഒരു റെസ്റ്റോറൻറ്റ് നീ ഇങ്ങനെ ലീൻ്റെ കൂടിയല്ലേ തുറന്നത്, നീ എന്തുകൊണ്ട് അതിൻ്റെ അടുത്ത് പറയാണ്ടതെന്ന് ചോദിക്കുക. അതിന് അവനാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് അവളാണെങ്കിൽ പറയും, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, ആ ഒരു കാര്യം എൻ്റെ അടുത്തും കൂടി നീ പറയൂല എന്ന് ചോദിക്കുന്ന ടൈം കൂയാണെങ്കിൽ പറയും, എനിക്ക് ആരടുത്തും അത് പറയാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഷൂ ആണെങ്കിൽ നമ്മളെ ചെക്കനെ മാക്സിമം ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ കൊയ്യും ലിന്നും തമ്മിലത്തെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നല്ലോണം അറിയാലോ. കൊയ്യാണെങ്കിൽ എന്ത് സംഭവിച്ചാലും ആ ഒരു കാര്യം ഷൂനോട് പറയൂല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഇത് കാണുന്ന ടൈം ഷൂക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ കൊയ്യാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് അവക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ ഒരു ഫുഡ് ആണെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ പറയും, ഇത് നീ കഴിച്ചോ, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. ഇതേ ടീം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ നടക്കുന്ന ടീം ജിയാങ് ആണെങ്കിൽ വന്നിട്ട് എപ്പോഴും പിടിക്കുന്ന പോലെ അവളെ പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ
ആണെങ്കിൽ പറയും എൻ്റെ കോട്ടാറ്റം കീറിയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൈസ തരുമോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഞാൻ തരാമല്ലോ എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും ഇന്ന് രാത്രി നീ ഇങ്ങനെ ഫ്രീ ആണോ, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയേ. അപ്പൊ അവളാണെങ്കിൽ എപ്പോൾ ഉള്ളതുപോലെ തന്നെ ഉടായി പിളക്കുന്നുണ്ടാവുമായിരിക്കും, എനിക്കിങ്ങനെ അച്ഛൻ്റെ കൂടെ പോകണം, അച്ഛൻ്റെ കൂടെ കുറേ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവനാണെങ്കിൽ പറയും ഒരു കുഴപ്പമില്ല, എത്ര ലേറ്റ് ആയാലും നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാണ്ട് നടക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളെ മുഖത്താണെങ്കിൽ ഒരു ചിരിയുണ്ട്. ഇതിന്റെ അർത്ഥം എന്നാമോ, പക്ഷെങ്കിൽ ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടാവുമായിരിക്കും. ഏത് ആ ഒരു മാനേജർ പെണ്ണ്. എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു കസിൻ ചെക്കനിലെ അവനെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും, എന്നാ സംസാരിക്കുന്നതെന്ന് ഇപ്പം കാണിക്കുന്നുണ്ടാവില്ല. ലീ ആണെങ്കിൽ പുറത്തേക്ക് നടന്നു പോകുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ മാനേജർ പെണ്ണിലെ അവളാണെങ്കിൽ നമ്മളെ ലീനെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം മാനേജർ പെണ്ണാണെങ്കിൽ എന്തോ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് ബാക്കോട്ടേക്ക് വെക്കുന്ന ടീം ലീ ആണെങ്കിൽ ചോദിക്കും നിങ്ങളെ ഹെൽത്ത് ഇങ്ങനെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കേ. അതേ ടൈം മാനേജർ ആണെങ്കിൽ പറയും ഹേ അങ്ങനെയൊന്നുമില്ല, ഡെയിലി ഒരു ചെക്കപ്പ് ആണെന്ന് പറയും. എന്നിട്ട് അവളാണെങ്കിൽ പറയും നിന്റെ മാസ്റ്ററില്ലേ അവനിപ്പോ എവിടെയാ ഉള്ളേന്ന് ചോദിക്കുന്ന ടൈം ലീ ആണെങ്കിൽ പറയും ഞാൻ മാസ്റ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കുറേ ആയി, ലാസ്റ്റ് ടൈം മാസ്റ്റർ എവിടെയോ ട്രിപ്പ് പോയിട്ടാ ഉള്ളേന്നാ പറഞ്ഞതെന്ന് പറയേ. അതേ ടൈം ആയിരിക്കും നമ്മൾ മാനേജർ ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോയ ടൈം നിന്റെ മാസ്റ്ററെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ടിരുന്നേ. അപ്പൊ ഈ ഒരു കാര്യം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഷോക്ക് ആയിരിക്കും, കാരണം അവക്കാണെങ്കിൽ ഇതിനെ കൊണ്ട് വലിയ അറിവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ അപ്പാട് തന്നെ മാസ്റ്റർ വിളിച്ചിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും മാസ്റ്റർ നിങ്ങൾ എവിടെയാ ഉള്ളത്, നിങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് പറഞ്ഞല്ലോ എന്ന്. അതേ ടൈം മാസ്റ്റർ ആണെങ്കിൽ പറയും ഹേ ആ ഒരു പെണ്ണാണെങ്കിൽ കള്ളം പറഞ്ഞതായിരിക്കും, ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൊന്നും അല്ല, ഞാൻ ഇങ്ങനെ ട്രിപ്പിന് വന്നിട്ടാളേന്ന് പറയേ. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കിയിട്ട് അതേ ടൈം തന്നെ അവൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുമായിരിക്കും. എന്നിട്ടായിരിക്കും അവൾ വിളിച്ചിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ മാസ്റ്ററെ നോക്കിയിട്ട് ഇതുപോലെ നിൽക്കുന്ന അതേ ടൈം ആണെങ്കിൽ കോയിലെ അവനാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മളെ മാസ്റ്ററെ കെട്ടിപ്പിടിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ മാസ്റ്റർക്കാണെങ്കിൽ ഇവന്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. മാസ്റ്റർ ആണെങ്കിൽ പറയും എടി ഇവനെ എടുത്ത് മാറ്റും എന്ന് പറയുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ എടുത്ത് മാറ്റുന്നുണ്ടാവുക. അപ്പൊ ഇവരാണെങ്കിൽ ഓരോ പരിഭവങ്ങൾ പറയുന്ന ടൈം മാസ്റ്റർ ആണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഓക്കെ ആണ്, വെറുതെ ചെക്കപ്പിന് വന്നതാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കംഫർട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ലിന്നാണെങ്കിൽ പറയും മാസ്റ്റർ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാനും കോയും കൂടിയിട്ടാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുറന്നു എന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം മാസ്റ്റർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകും. അപ്പൊ മാസ്റ്റർ ആണെങ്കിൽ പറയും പിന്നെ നമ്മളിതിനെ വൈകിപ്പിക്കുന്നത് ഇപ്പം മീൽ ടൈം അല്ലേ, വാ നമുക്ക് പോകാലോ എന്ന് പറയും. അങ്ങനെ മൂന്നും കൂടിയിട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇവരെ പിന്നാലെ തന്നെ നേഴ്സുമാർ ഓടുന്നുണ്ടാവുക. അങ്ങനെയാണ് നമ്മളെ പെണ്ണാണെങ്കിൽ മാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരുപാട് ഫുഡ് കുക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവുക. എന്നിട്ട് അവൾ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഫുഡായിരിക്കും മാസ്റ്റർ കഴിക്കുന്നുണ്ടാവുക. അത് കഴിച്ചപാട് മാസ്റ്റർ ആണെങ്കിൽ പറയും വാവ് ഈ ഒരു ഫുഡ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നീ ഇപ്പൊ എന്നെയും കാട്ടി നല്ലൊരു ഷെഫ് ആണെന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ മുഖത്തൊരു സങ്കടമായിരിക്കും ഉണ്ടാവുക. അതേ ടൈം മാസ്റ്ററിനാണെങ്കിൽ ഹെൽത്തിന് എന്തോ ഒരു പ്രോബ്ലം വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ ചെക്കനാണെങ്കിൽ എന്ത് ചെയ്യും മാസ്റ്ററേയും കൂട്ടിയിട്ട് റെസ്റ്റ് റൂമിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ കരഞ്ഞോണ്ട് പറയും എൻ്റെ മാസ്റ്ററിന് എന്നും ശരിയായിട്ടില്ല, ആ ഒരു ഫുഡ് മൊത്തം ഉപ്പായിരുന്നു, എന്നിട്ട് മാസ്റ്ററിന് അത് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണും സങ്കടപ്പെടുന്നുണ്ടാവുമായിരിക്കും. മാസ്റ്റർ അവസ്ഥ കണ്ടിട്ട് നമ്മളെ കൂയും സങ്കടപ്പെടുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ജിയാങ് ആണെങ്കിൽ പെണ്ണിനോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ലീ ആണെങ്കിൽ അവനെ വിളിച്ചിട്ട് എവിടത്തേക്കോ വരാൻ പറയുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ പോയി നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മഞ്ഞത്ത് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇവളാണെങ്കിൽ അവൻ വന്നപാട് അവനോട് പറയും എനിക്ക് മാസ്റ്റർ ഉണ്ടാക്കിയ ആ ഒരു നൂഡിൽസ് ഇല്ലേ അത് കഴിക്കണമായിരുന്നു, എങ്ങനെ ഞാൻ ഇനി ഇത് കഴിക്കുക, എൻ്റെ മാസ്റ്റർക്ക് അതിന് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ, നിനക്കൊരു കാര്യം അറിയാം ഞാൻ എങ്ങനെ മാസ്റ്റർ അടുത്ത് എത്തിയെന്ന് നിനക്കറിയാം, നിനക്കൊരു കാര്യം അറിയില്ലേ ഞാൻ എപ്പോൾ ഇങ്ങനെ ഫുഡ് ട്രക്ക് ഓടിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം മൊത്തം ആണെങ്കിൽ മാസ്റ്റർ ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയായിരുന്നു നീ എൻ്റെ അടുത്ത് വാ ഞാൻ നിന്നെ ഷെഫാക്കാന്ന്. പക്ഷേ ആ ഒരു ടൈം ഒന്നും ഞാൻ ആ ഒരു മാസ്റ്റർ അടുത്ത് പോയിട്ടേ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം എൻ്റെ അച്ഛനാണെങ്കിൽ തീരെ കഴിയുന്നില്ല, അത് മാത്രമല്ല അച്ഛനെ ചികിത്സിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പോയത് എൻ്റെ മാസ്റ്റർ അടുത്തായിരുന്നു. പക്ഷേ മാസ്റ്റർ എന്നാ ചെയ്തതെന്ന് എനിക്കറിയാം, എനിക്ക് ഫസ്റ്റ് ഒരു നൂഡിൽസ് തന്ന്, അത് ഞാൻ തിന്നതിന് ശേഷം മാത്രമാണ് മാസ്റ്റർ എനിക്ക് ആ ഒരു പൈസ തന്നത്. മാസ്റ്റർ ഇപ്പം വിചാരിക്കുന്നത് ഞാൻ മാസ്റ്ററെ കീഴിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഒരു പൈസ വിചാരിച്ചിട്ടാണെന്നാ. പക്ഷെങ്കിൽ അല്ല, ആ ഒരു നൂഡിൽസ് ഇല്ലേ, ആ ഒരു നൂഡിൽസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ മാസ്റ്റർ
മാസ്റ്റർ ജൂനിയർ ആയിട്ട് നിൽക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാം, അച്ഛൻ ഇങ്ങനെ മരിക്കൂല എന്നുള്ളൊരു അവസ്ഥയിൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്ന്. പക്ഷേ ആ ഒരു നൂഡിൽസ് എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ മാസ്റ്ററെ കൊണ്ടുള്ള ആ ഒരു ഫീലിങ്സ് ആണെങ്കിൽ നമ്മളെ ചെക്കനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്കും. കാരണം നമ്മളെ പെണ്ണാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ധൈര്യത്തിലും ഈ ഒരു പൊസിഷനിലും നിൽക്കാനുള്ള മെയിൻ കാരണം തന്നെ മാസ്റ്റർ ആണെന്നായിരിക്കും അവൾ പറയുന്നുണ്ടാവുക. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ സോറി പറയുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും, ഇനി നിനക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആരെങ്കിലും തട്ടിയെടുക്കുമെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ ഒരു മറുപടിയും പറയാണ്ട് അവളെ കൈ പിടിക്കാൻ നോക്കുന്നുണ്ടാവുക. അതേ ടൈം അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഇവനാണെങ്കിൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന്. അത് മനസ്സിലാക്കിയിട്ട് അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് നടന്നിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ ജിയാങ് ആണെങ്കിൽ റെസ്റ്റോറന്റിൽ പോകുന്ന ടൈം അവിടെ ആണെങ്കിൽ ഒരു ചാലഞ്ചിങ് ലെറ്റർ കാണുന്നുണ്ട്. അവർക്ക് നോക്കുമ്പോൾ ലീ ഫാമിലിന്റെ വകയായിരിക്കും. ആരായിരിക്കും ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടാവുക? നമ്മളെ പെണ്ണില്ലേ ലീനായി, അവളായിരിക്കും. പക്ഷെങ്കിൽ ഇവരെ റെസ്റ്റോറന്റിന്റെ പേരും ആ ഒരു ലീ ഫാമിലിയും ആയത് കൊണ്ട് തന്നെ നമ്മളെ ചെക്കനാണെങ്കിൽ ലീന ഡൗട്ടേ ഉണ്ടാവില്ലേ. അപ്പൊ ഈ ഒരു സോങ്ങും നമ്മളെ ചെക്കനും ആണെങ്കിൽ ഇതിനെ കൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈം സോങ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും അവർക്ക്, ചില സമയം ഈ ഒരു ലെറ്റർ അയച്ചത് ഇങ്ങനെ ലീനായി ആയിരിക്കുമെന്ന്. അതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും അതിനൊരു ചാൻസും ഇല്ല. അവളെ കൈമിലാണെങ്കിൽ 5 സ്റ്റാറിന്റെ ആ ഒരു നൈഫ് ഉണ്ടെങ്കിൽ അവൾ എന്തിനാ എൻ്റെ അടുത്ത് വന്നിട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും അവൻ ഇങ്ങനെ തിങ്ക് ആക്കുന്നുണ്ടാവുക. അതേ ടൈം ജിയാങ് ആണെങ്കിൽ നമ്മളെ മാനേജർ പെണ്ണിലെ അവളാണെങ്കിൽ റിസൈൻ ചെയ്ത കാര്യം പറയുന്നുണ്ടാവും അവർക്ക്. അപ്പൊ സോങ് ആണെങ്കിൽ പറയും അവളെ എനിക്ക് ആദ്യമേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവളിങ്ങനെ ആ ഒരു കസിൻ ചെക്കൻ അറേഞ്ച് ചെയ്ത ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുന്ന ടൈം ജിയാങ് ആണെങ്കിൽ പറയും ആ ഒരു കാര്യം എനിക്കും അറിയായിരുന്നു എന്ന് പറയൂ. സത്യം പറഞ്ഞാൽ കസിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ജിയാങ്ങിനെ നല്ലോണം അറിയായിരിക്കും. അതേ ടൈം സോങ് ആണെങ്കിൽ പറയും നമ്മൾ കുറച്ച് കരുതിയിരിക്കണം, ഉറപ്പായിട്ട് എന്തോ ഒരു പണി വരാൻ പോകുന്നുണ്ട് എന്ന് പറയാം. അതേ ടൈം ജിയാങ് ആണെങ്കിൽ പറയും എന്തോ ഒരു പണിയല്ല, എന്തോ ഒരു വലിയൊരു പണി നമുക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് പറയൂ. അങ്ങനെ നമ്മൾ കാണുന്നത് കസിനെയും മാനേജർ പെണ്ണിനെയും ആയിരിക്കെ. അപ്പൊ അവളാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക്. എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ എനിക്ക് തോന്നുന്നത് അടുത്തൊരു മത്സരം വരുന്നത് നമ്മളെ ലീയും ജിയാങ്ങും തമ്മിലാണ്. ആ ഒരു മത്സരത്തിൽ ഉറപ്പായിട്ട് ജിയാങ് തന്നെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പൊസിഷൻ എന്നും ഇൻക്രീസ് ആവുമെന്ന് പറയേ. അതേ ടൈം ആയിരിക്കും നമ്മളെ കസിൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഒരു ജിയാങ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും ഒരു പെണ്ണിനോട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പായിട്ട് ഈ ഒരു മത്സരത്തിൽ അവക്ക് വിട്ടുകൊടുക്കുമെന്നായിരിക്കും കസിന് പറയുന്നുണ്ടാവുക. അങ്ങനെ അവര് രണ്ടാളും ആണെങ്കിൽ ഈ ഒരു മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈം നമ്മളെ പെണ്ണില്ല, അതായത് മാനേജർ പെണ്ണാണെങ്കിൽ കസിനോട് സീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യം പറയാൻ നോക്കുന്നുണ്ട് അവർക്ക്. പക്ഷേ അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളിങ്ങനെ കൈ പിടിക്കാൻ നോക്കുന്ന ടൈം അവന്റെ കൈ വലിച്ചിട്ടാണെങ്കിൽ പറയും നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോ, എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, അതുമാത്രമല്ല നീ നിന്റെ കാര്യങ്ങളൊക്കെ കെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക്. നമ്മളെ മാനേജറിന്റെ വിചാരം ഈ ഒരു കസിന് അവളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്നാണ്. പക്ഷേ കസിന്റെ കളി കണ്ടിട്ട് നമുക്കൊന്നും അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇനി ഈ കസിന്റെ മനസ്സിൽ എന്നാമോ. അങ്ങനെ കസിനാണെങ്കിൽ ഈ ഒരു മാനേജർ പണിനെ ഇറക്കി വിടുന്നില്ലേ, ആ ഒരു സംഭവമാണെങ്കിൽ നമ്മൾ ദൂരെ നിന്നിട്ട് കാണുന്നുണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ലീ ആണെങ്കിൽ റെസ്റ്റോറന്റിൽ ഒന്നും അറിയാത്ത പോലെ വരുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ജിയാങ്ങിനെ കാണുന്ന ടൈം അവളാണെങ്കിൽ മാനേജർ പെണ്ണിനെ കൊണ്ട് ചോദിക്കുന്ന ടൈം ജിയാങ് ആണെങ്കിൽ പറയും അവളിങ്ങനെ റിസൈൻ ചെയ്ത് നിന്റെ കാര്യങ്ങളൊക്കെ ഇനി മുതൽ നീ തന്നെ നോക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും അപ്പോ നീ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈം എനിക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും പറ്റൂല എന്ന് പറയൂ. അത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് കുറച്ച് സങ്കടമാവുന്നുണ്ടാവും. അതേ ടൈം ഷൂ പെണ്ണു ആണെങ്കിൽ ഈ ഒരു മത്സരത്തിനെ കൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അവളെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ ഒരു ലീ ഫാമിലി ഭയങ്കര ടഫാണോ, നമ്മളിങ്ങനെ ഈറ്റിംഗ് അറ്റ് ടസ്കില്ല, അതായത് ഇവരെ റെസ്റ്റോറന്റ് അതിനെ കൊണ്ട് ഇങ്ങനെ അന്വേഷിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഷൂന് നല്ലോണം അറിയാലോ ഇതാരാ ചെയ്യുന്നതെന്ന് അറിയുന്ന കൊണ്ട് അവളാണെങ്കിൽ പറയും ഹേ ആ ഒരു കാര്യം മൈൻഡേ ആക്കണ്ട, ഉറപ്പായിട്ട് ജിയാങ്ങേ ജയിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ അവളാണെങ്കിൽ നടന്നു വരുന്ന ടൈം ആയിരിക്കും ആരോ ഒരാൾ മുഖമെല്ലാം മൂടിയിട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വരുന്നുണ്ടാവുക. അപ്പൊ അതേ ടൈം ഷൂനാണെങ്കിൽ ആളെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ആരായിരിക്കും നമ്മളെ കോയി ആയിരിക്കും, അവനായിരിക്കും ഇന്ന് ഇവിടുന്ന് ഇൻഗ്രീഡിയൻസ് ഇവിടുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ലേ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അതേ ടൈം നമ്മളെ ഷൂ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല എന്നാണോ നീ വിചാരിക്കുന്നതെന്ന്. അതേ ടൈം അവനാണെങ്കിൽ പറയും ഹേ അതുകൊണ്ടൊന്നല്ല, നിനക്കെന്നെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയൂ. നമ്മളെ കുയി
ആണെങ്കിൽ പോകാൻ നോക്കുന്ന ടൈമായിരിക്കും ആ ഒരു കസിൻ ചെക്കനും നമ്മളെ ചെക്കൻ്റെ സിസ്റ്ററില്ലേ അവർ രണ്ടാളും ആണെങ്കിൽ ഒപ്പരം വരുന്ന കാണുന്നുണ്ടാവുക. അവനാണെങ്കിൽ നേരെ ഓടിപ്പോയിട്ട് ഷൂന്റെ വായുധ ഇതുപോലെ പൊത്തിപ്പിടിച്ചിട്ട് ഇവരെന്നാ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടീം കൂയി ആണെങ്കിൽ നമ്മുടെ ഷൂ പെണ്ണിനോട് ചോദിക്കും നിന്റെ ബ്രദറിന് എത്ര ഗേൾ ഫ്രണ്ട് ഉള്ളതെന്ന് ചോദിക്കുന്ന ടൈം ഷൂ ആണെങ്കിൽ പറയും അവനൊരു പ്ലേ ബോയ് ആണ്, അവൻ എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അവന് തന്നെ അറിയില്ലാന്ന് പറയുക. അപ്പൊ അതേ ടൈം കൂയിക്കാണെങ്കിൽ ടെൻഷൻ ആയില്ലേ. കൂയിന്റെ വിചാരം അവന്റെ സിസ്റ്ററിന്റെ ബോയ് ഫ്രണ്ട് ആണ് നമ്മളെ കസിൻ ആയിരിക്കും. അപ്പൊ ആ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സംഭവം നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയുന്ന ടൈം ഷൂ ആണെങ്കിൽ പറയും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കാണെങ്കിൽ അവരുടെ അടുത്ത് പോയതിനു ശേഷം ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കാമെന്ന് പറയൂ. ഇവര് രണ്ടാളും ആണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അവിടത്തേക്ക് വന്നിട്ട് നമ്മളെ ഷൂ ആണെങ്കിൽ പറയും ഞാനാണ് ഇവിടുത്തെ ഷെഫ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചീറ്റിംഗ് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ ഒരു സംഭവമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതായത് ഈ ഒരു സിസ്റ്ററെ ആണെങ്കിൽ നമ്മളെ കസിൻ ആണെങ്കിൽ വെറും ചതിയനാന്ന് അറിയിക്കേണ്ടിട്ടായിരിക്കും ഇതുപോലത്തെ ഒരു പണി ഒപ്പിക്കുന്നുണ്ടാവുക. അത് കണ്ടപാട് നമ്മളെ കസിന്റെ മുഖം മാറുന്നുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല അടുത്തൊരു ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫെയ്ത്ത്ഫുൾ ബിറ്റർ ഗൗഡ അങ്ങനെ എന്തോ സംഭവമാണ്, അങ്ങനത്തെ ഒരു സാധനമായിരിക്കും. അപ്പൊ ഇത് കാണുന്ന ടൈം നമ്മളെ കസിൻ ആണെങ്കിൽ പറയും എന്റെ പെങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുത്തം കെട്ടതാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൾ കൊണ്ടുവന്ന് തന്നെയെന്ന് പറയും. അപ്പൊ അതേ ടൈം നമ്മളെ സിസ്റ്റർ ആണെങ്കിൽ പറയും പെങ്ങള് മാത്രമല്ല എന്റെ ബ്രദറും കൂടി ഇവിടെ ഉണ്ട് എന്ന് പറയുക. അതേ ടൈം കൂയി ആണെങ്കിൽ മാസ്ക് മാറ്റിയിട്ടാണെങ്കിൽ പറയും എടി ഇവനില്ല വെറും കള്ളനും ചതിയനും എല്ലാം, നീ ഇവന്റെ കൂടെ ഡേറ്റ് ഒന്നും ചെയ്യണ്ടെന്ന് പറയും. അതേ ടൈം സിസ്റ്റർ ആണെങ്കിൽ പറയും എടാ മണ്ട ഞാൻ ഇവന്റെ കൂടെ ഡേറ്റ് ചെയ്യാൻ വന്നതല്ല, നമ്മളിങ്ങനെ ബിസിനസ് സംസാരിക്കാൻ വന്നതാണെന്ന് പറയും. അതേ ടൈം സിസ്റ്റർ ആണെങ്കിൽ ചോദിക്കും ഓ നീ പറയുന്ന ക്രഷ് ആണെങ്കിൽ ഇവളാണോ എന്ന് ചോദിക്കും. അതേ ടൈം നമ്മളെ ഷൂ പെണ്ണാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, നമ്മൾ തമ്മിൽ വേറൊരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം കൂയിക്കാണെങ്കിൽ ഭയങ്കര സങ്കടാവുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഷൂ പോകുന്ന പിന്നാലെ തന്നെ നമ്മളെ കൂയും പോകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും എന്ത് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നീ എന്തിനാ എന്നെ കിസ് ചെയ്തേന്ന് ചോദിക്കേ. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും ഓ ഞാൻ നിന്നെ കിസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണോ അർത്ഥം എന്ന് ചോദിക്കേ. അതേ ടൈം അവനാണെങ്കിൽ പറയും ഹാ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് സങ്കടപ്പെട്ടിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇവർ ഈ ഒരു കോൺവെർസേഷൻ മൊത്തം ആണെങ്കിൽ ആ ഒരു ചെന്നായി ആയിട്ടുള്ള നമ്മളെ കസിനില്ലേ അവൻ കണ്ടു നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ നേരെ നമ്മളെ ലിന്നിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ പൊലമ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ലിന്നിനാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേ ടൈമായിരിക്കും കുറേ കോട്ടിട്ട മനുഷ്യന്മാരാണെങ്കിൽ കുറേ പെട്ടി എടുത്ത് വന്നിട്ട് അതെല്ലാം അവിടെ തുറന്നു വെക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പിള്ളേരാണെങ്കിൽ സാർ എന്നാന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവരാണെങ്കിൽ മറുപടി കൊടുക്കാണ്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. പിള്ളേർക്ക് രണ്ടാക്കും ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പെട്ടെന്ന് നമ്മളെ കൂയാണെങ്കിൽ പറയൂ ഇത് ചില സമയം ജിയാങ് ആണെങ്കിൽ നമ്മളെ റെസ്റ്റോറൻറ്റ് കത്തിക്കണ്ടിട്ട് കൊടുത്തയച്ച ബോംബാറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം പിള്ളേർ രണ്ടാളും പേടിച്ചിട്ട് ബാക്കോട്ടേക്കതാ ഇതുപോലെ പോകുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. ഇത് ശരിക്കും ബോംബായിരിക്കുവാ? നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യണേ. പിന്നെ ഞാൻ പറയണ്ടല്ലോ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യല്ലോ. അപ്പൊ അധികം ഒന്നും പറയണ്ട. ബൈ.